നമസ്കാരം. ഉത്തർപ്രദേശിലെ ഹത്രസിൽ 116 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം സംഭവിച്ചത് ഭോലെ ബാബ എന്ന മതപ്രഭാഷകന്റെ വാഹനം കടത്തിവിടാനായി ജനങ്ങളെ തടഞ്ഞുവെച്ചതിനാലെന്ന് റിപ്പോർട്ട്. ആത്മീയ പ്രഭാഷണത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ കൂടാരത്തിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. കനത്ത ചൂടിനിടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അലിഗഡ് ഡിവിഷനിലെ കാസ്ഗഞ്ച് ജില്ലയിൽ നിന്നുള്ള ഭോലെ ബാബ പതിവായി പ്രഭാഷണങ്ങൾ നടത്തുകയും സൽസംഘങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. നരേൻ സാഗർ ഹരി എന്ന് അഭിസംബോധന ചെയ്യുന്ന ബാബയുടെ ജനപ്രീതി വളരെ പെട്ടെന്നാണ് വളർന്നത്. വെള്ള സ്യൂട്ടും ടൈയും, ചിലപ്പോൾ പൈജാമയും കുർത്തയും. നാരായൺ സാഗർ ഹരി എന്ന ഹരി ഭോലെ ബാബ മുൻപ് UP പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. 90കളിലാണ് ആധ്യാത്മിക രംഗത്തെത്തിയത്. UP, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ അനുയായികളുണ്ട്. കോവിഡ് കാലത്ത് 50 പേർക്ക് പങ്കെടുക്കാൻ അനുമതിയുള്ള പ്രാർത്ഥനാ യോഗത്തിൽ 50,000 പേരെ പങ്കെടുപ്പിച്ചതിന് ബാബയ്ക്കെതിരെ കേസെടുത്തിരുന്നു. അതേസമയം പ്രഭാഷകന്റെ വാഹനം കടന്നുപോകാനായി ജനങ്ങളെ തടഞ്ഞുവെച്ചതാണ് 116 പേരുടെ മരണത്തിനിടയാക്കിയതെന്ന് റിപ്പോർട്ടുകളുണ്ട്. ചടങ്ങുകൾക്ക് ശേഷം തിരിച്ചു പോകാൻ തിരക്കുകൂട്ടി. എന്നാൽ പ്രഭാഷകന്റെ വാഹനം കടത്തിവിടാനായി ജനങ്ങളെ തടഞ്ഞുവെച്ചു. തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും ആളുകൾക്ക് ശ്വാസം കിട്ടാതായതോടെ പലരും പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും വീണുപോയി. ശ്വാസം കിട്ടാതെയും നിലത്തു വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെയുമാണ് ആളുകൾ മരിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ ആയിരങ്ങൾ എത്തിയിരുന്നു. ഇത്രയും പേരെ ഉൾക്കൊള്ളാനുള്ള ക്രമീകരണം സംഘാടകർ നടത്തിയിരുന്നില്ല. പരിക്കേറ്റവരെ ട്രക്കുകളിലും ട്രാക്ടറുകളിലുമാണ് ആശുപത്രികളിൽ എത്തിച്ചത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. മന്ത്രിമാരായ ലക്ഷ്മി നാരായൺ ചൗധരിയും സന്ദീപ് സിംഗും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ സ്ഥലത്ത് ആദ്യം തന്നെ എത്തിയിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സംസ്ഥാന സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും 2 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഒന്നിനു പിറകെ ഒന്നായി ട്രാക്ടറുകളിലും ലോറികളിലും ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കൊണ്ടേയിരുന്നു. മോർച്ചറി നിറഞ്ഞതിനാൽ വരാന്തയിലും മുറ്റത്തുമെല്ലാം മൃതദേഹങ്ങളായിരുന്നു. അലമുറയിട്ടുകൊണ്ട് അതിൽ ഉറ്റവരെ തിരയുന്നവർ ഒരു വശത്ത്. ഹാത്രസിലെ സിക്കന്ദര റാവു ട്രോമ സെന്ററിൽ ഇന്നലെ ഉയർന്നത് നിലവിളികൾ മാത്രമായിരുന്നു. ഇത്രയും വലിയ ദുരന്തം കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ എല്ലായിടത്തും വ്യക്തവുമായിരുന്നു. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതും ഓക്സിജൻ ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യങ്ങളുടെ കുറവും പലപ്പോഴും നാട്ടുകാരും അധികൃതരും തമ്മിൽ തർക്കത്തിലേക്കും നയിച്ചു. പ്രാർത്ഥനാ യോഗത്തിന്റെ ഒടുവിൽ ആളുകൾ പുറത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് പരുക്കേറ്റവരും പറഞ്ഞു. ആദ്യം വീണവരുടെ മുകളിലേക്ക് പിന്നാലെ എത്തിയവരും വീണതാണ് മരണസംഖ്യ വർദ്ധിപ്പിച്ചത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയിൽ തിക്കിലും തിരക്കിലും പെട്ടുള്ള അപകടങ്ങളിൽ ഏറ്റവും വലുത് 2005 ജനുവരിയിൽ മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിൽ നടന്നതാണ്. മാണ്ഡർ ദേവി ക്ഷേത്ര ഉത്സവത്തിനിടെ 341 പേരാണ് അന്ന് മരിച്ചത്. 2008 ഒക്ടോബറിൽ രാജസ്ഥാനിലെ മേഹ്റഗഡ് ദേവീക്ഷേത്രത്തിലും തിക്കിലും തിരക്കിലും പെട്ട് 224 പേർ മരിച്ചിരുന്നു.